ഓൾഡ് തൊപ്പി എന്റെ വീട്ടിൽ എ സി ഉണ്ടാ എന്റെ വീട്ടിൽ എ സി ഉണ്ടാ രൂപ ത്രൂ ഗൂഗിൾ പേ. ജയിച്ചാൽ അടുത്ത സ്ട്രീമിൽ CSK ജയിച്ചാൽ നാളെ ഞാൻ CSK ജേഴ്സി ഇട്ടിട്ട് വരും. ഒരു മടിയുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഈഗോ ഒരു പ്രശ്നമില്ല. CSK ജയിച്ചാ നാളെ ഞാൻ CSK ഇത് ഇട്ടിട്ട് വരും. ഞാൻ കാര്യം പറയാം. എന്റെ വീട്ടിൽ എ സി ഉണ്ടാ എന്റെ വീട്ടിൽ എ സി ഉണ്ടാ ദരിദ്രവാസി ആദ്യമായിട്ട് AC കണ്ടതിന്റെ Akash K donated 40 രൂപ through Google Pay. Bro watch One Piece peak anime. ഇപ്പം വെച്ചാ കുറച്ച് മുമ്പ് വെച്ചാ എന്നാലും AC ഉണ്ടല്ലോ ഉണ്ട്. അഭിഷേക് നല്ല ബോഡിയാന്നല്ലേ ഉള്ള സാധനമല്ലേ അഭിഷേക് ഞമ്മെല്ലാം പോയ ബോഡി കാണിച്ചാൽ മൂഞ്ചല്ലടാ ബോഡി കുറച്ച് സെറ്റാക്കണം എന്തായാലും 2 മാസം ജിമ്മി പോട്ട് എന്താവും നോക്കാം നമുക്ക്. അങ്ങനെ തൊപ്പി എന്നെ റിയാക്ട് ചെയ്തു, സന്തോഷമുണ്ട്. പക്ഷെ അതിൽ ചില ക്ലിപ്സ് ഞാൻ കാണിച്ചുതരാം. ഞാൻ സിഗ്മയാന്ന് എന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വാക്കുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കുഴപ്പമില്ല. ഡെയിലി വിഷയം ഞാൻ ഡെയിലി പെണ്ണിനെ വെച്ചാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ആ ഡിസ്കോഡിൽ ആ വീഡിയോ കണ്ട ഏത് മരപ്പൊട്ടനും മനസ്സിലാവും ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ മരപ്പൊട്ടനല്ല, അപ്പനക്ക് മനസ്സിലാവില്ല. ആ മരപ്പൊട്ടനല്ല, ഇത് ആണിനെ കുറിച്ചാ. അടിവ പെണ്ണിനെ കുറിച്ചല്ലേ വീഡിയോ. ആ ഡിസ്കോഡിൽ ആ വീഡിയോ കണ്ട ഏത് മരപ്പൊട്ടനും മനസ്സിലാവും ഞാൻ അവിടെ പറഞ്ഞത് മൊത്തം ആണുങ്ങളെ കുറിച്ചാണ്. അതിനും ബുദ്ധിയില്ല. ഓക്കെ പോട്ടെ. പിന്നെ പെണ്ണുങ്ങളെ കുറിച്ചല്ലേ വീഡിയോ ഇടുന്നത് ശരിക്കും? അങ്ങനെയല്ലേ? ഞാൻ ഇതുവരെ എന്നെ കണ്ട എല്ലാ വീഡിയോസും അല്ലേ സിഗ്മ ഗേള് ബെസ്റ്റി അങ്ങനെയല്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ വേറെ വിഷയത്തിനെ കുറിച്ച് വീഡിയോ എടുത്തത് ഞാൻ അല്ലാതെ കണ്ടിട്ടില്ല. ബ്രേക്കപ്പ്, ബെസ്റ്റി, പെണ്ണ്, വെടി, കളി, പിന്നെ ചീറ്റിങ്, ഇങ്ങനത്തെ ഒരു വിഷയം, ഈ ഒരു ടൈപ്പ് മാത്രം. പിന്നെ സിഗ്മ ലാസ്റ്റ് സിഗ്മ എന്നിട്ട് ഒരു ബീജം മുട്ടൊരു അതാ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞു. ഞാൻ കാര്യം പറയാം. എനിക്ക് പച്ചക്ക് തെറി പറഞ്ഞു അല്ലെങ്കിൽ ചന്തി കാണിച്ചു റീച്ച് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചന്തി കാണിക്കാൻ ഇവന്റെ കുണ്ടി കണ്ടാ? എടാ എന്റെ ലീക്ക് ഇറങ്ങിയാ? എടാ ആരും ലീക്കാക്കിയാ? എന്റെ വീട്ടിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്. അവരെ പബ്ലിക്കായിട്ട് നാണം കെടുത്താൻ ഒരു മോനെന്ന നിലയിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അടിവരപ്പ എന്റെ കുണ്ടി കണ്ടേ? ഞാൻ കുണ്ടി കാണിച്ചാടാ? എന്റെ വീഡിയോക്ക് റീച്ചിന് മെയിൻ ഫാക്ടറാണ് BGM. റിലേഷൻഷിപ്പ്, ബെസ്റ്റി, കളി, കരി, ഇതേ ഉള്ളൂ. ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി, ലൈഫ് മടുത്തു, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ കുറെ പേരെ എനിക്ക് ഫീൽ ചെയ്തിട്ട് അവരെ മുകളിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ മുകളിലേക്ക് ഈടെ എത്തിച്ച് എടാ പോളാലൊട്ടടി വന്നല്ലോ ഒട്ടളക്ക് കാര്യം പറയാലോ. ഇവ എന്നാ പറയുന്നത് എനിക്ക് മനസ്സിലായി. താങ്ക് യു. ബ്രേക്കപ്പ് ആയ ആൾക്കാർ ഇവൻ മുകളിലേക്ക് എത്തിച്ചത്. എടുത്തേക്ക് മുകളിലേക്ക് എത്തിച്ചത്. മുകളിലേക്ക് ചത്തുപോയി. അങ്ങനാ മരിച്ചുപോയി. എനിക്ക് മനസ്സിലായിട്ടില്ല. നൈസായിട്ട് ഇവൻ തൊപ്പിന്റെ തന്തക്ക് വിളിച്ച പോലെ ആർക്കെങ്കിലും തന്തക്ക് വിളിച്ചോ? നൈസായിട്ട് ഇവൻ തൊപ്പിന്റെ തന്തക്ക് വിളിച്ച പോലെ ആർക്കെങ്കിലും തോന്നിയോ? അത് ആ പൊട്ടന് മനസ്സിലാവില്ലടാ. നീ ഇങ്ങനെ വിളിച്ചു പറയല്ലേതാ? അടി ഇപ്പൊ തന്തക്ക് വിളിച്ചോ? പുണ്ടച്ചി മോൻ എനിക്ക് തോന്നിയില്ല. തന്തക്ക് വിളിച്ചോ? റീൽ പോസ്റ്റഡ് ഐ ആം സാറ്റിസ്ഫൈഡ് വാച്ച് ഫുൾ ആൻഡ് കമന്റ്. ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്ന അത് എത്ര വലിയ MR മോനായാലും എടുത്ത് പഞ്ഞിക്കിടും. അയ്യേ മിസ്റ്റർ തപ്പി, ഐ ആം ഫാർ മോർ ബെറ്റർ ദാൻ യു. ഏത് മയില് മോനായാലും പഞ്ഞിക്കിടുന്ന ഇതാ പഞ്ഞിക്കിടല്. അവിടെ CBSE വേണം. അവിടെ ഞാൻ വിചാരിച്ച സങ്കടം പറഞ്ഞോ ഇവൻ എന്നെ പഞ്ഞിക്കിട്ടതായത്. അയ്യേ അവിടെ വാണം CBSE വേണം. അടിത് മറ്റേ ബ്ലൂബെറി കൊണ്ടി അപ്പന്റെ അണ്ടി ഇവ എന്നെ പഞ്ഞിക്കിട്ടാന്നോലി. ഇത് അടുത്തൊക്കെ ഇവൻ ഇങ്ങനെ പഞ്ഞിക്കിടല്ലേ? ഇവൻ പഞ്ഞിക്കിട നോക്കിയാ. പിന്നെ BGM എനിക്ക് പച്ചുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ വീട്ടിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്. അവരെ പബ്ലിക്കായിട്ട് നാണം കെടുത്താൻ ഒരു മോൻ. എന്റെ വീട്ടിൽ ഉപ്പുണ്ട് ഉമ്മയുണ്ട്. ഞാൻ ഉപ്പാന്റെ ലിറ്റിൽ പ്രിൻസസ് ആണ്. ഉമ്മ
പഞ്ചസാര ഉണ്ടാ, പാൽപ്പൊടി കഴിഞ്ഞ, ബൂസ്റ്റ് ആണോ? ഉമ്മ ഇതാ പഞ്ഞിക്കിട്. അടി ഇപ്പൊ പഞ്ഞിക്കിടുന്ന സീനാ നിങ്ങൾ കാണുന്നത്. ഇവ എന്നെ പഞ്ഞിക്കിട്ടെന്ന് പറയുന്നത് CBSE ആണ്. അവിടെ കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ച് അവിടെ പഞ്ഞിക്കിടുന്നല്ലേ ഞാൻ പറഞ്ഞപ്പോ വിചാരിച്ചു ഇവ എന്തോ പറയാൻ വന്ന കട്ടക്ക് പറയാം എന്റെ മുത്ത്. ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടല്ലേ നിക്കാൻ നോക്കുമ്പോഴേക്ക് ഫസിന്റെ സ്റ്റോറി എന്താ? അവിടെ മയിലെന്താ സംഭവം? എന്ത് നോക്കട്ടെ ഫസി സ്റ്റോറി. ഓ അച്ചായന്റെ ഒന്നിച്ചോ? ഇതപ്പോ അവിടെ എന്നോട് പറഞ്ഞില്ലോ. എന്റെ അച്ഛനോട് കേട്ടാ അവിടെ ഇതപ്പോ ഫസിനപ്പോ കിട്ടി. അവിടെ ഞാൻ കണ്ടിട്ടാലോ. ഔട്ട് 2 വിക്കറ്റാ. ഔട്ടായ പിന്നെ ഔട്ടായാ? കോള് വന്നില്ലല്ലോ. ഔട്ടായ പിന്നെ ഔട്ടായാ? എടാ പോടാ നിക്ക്. അയ്യേ 3 ഓവറിൽ 2 ഔട്ടാ. ഷാമലേക്ക് ഡൊനേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നിന്നെ ഒമ്പിച്ചു. എടാ പൂറിമോനെ ഒരു അതിൽ ഊമ്പിയ വർത്താനം ഇവിടെ വന്നിട്ട് പറയും കേട്ടാ. ഊമ്പിയ വർത്താനം ഇവിടെ വന്നിട്ട് പറയാറ്. എടാ പഴയ ഫോട്ടോ ആയിരിക്കും. പണ്ടെടുത്ത ഫോട്ടോ ആയിരിക്കണോ? അച്ഛാ നിങ്ങൾ ഇന്ന് ഫസീനെ കണ്ടോ? അവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നു. പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ? പുതിയ ഫോട്ടോ എപ്പ കണ്ട്? അത് നിങ്ങൾ തന്നെ വിളിക്കണെന്നേ. നിങ്ങൾ തന്നോട് പറയാണെന്നേ. ഇതെപ്പ നിങ്ങളപ്പ മീറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ? അപ്പൊ ഞാനോ? ഞാൻ വന്നിട്ട് എന്നാ പിന്നെ ഒന്ന് വെയിറ്റ്. എന്നെ വിളിച്ചു പറഞ്ഞൂടെ? എല്ലാം പെട്ടെന്നായിരുന്നു. നല്ല മഴ. അച്ഛൻ ഒരുപാട് മുമ്പേ വർത്താനം പറയുന്നത് കേട്ടില്ല. ഞാൻ ഇന്ന് കുറച്ച് സമയം ലൈവ് ചെയ്യുന്നുള്ളൂ. ഞാൻ വേഗം വരുന്നത്. ഞാൻ കുറച്ച് സമയം ലൈവ് ചെയ്യുന്നുള്ളൂ ഇന്ന്. അതല്ല അതുകൊണ്ടല്ല, ഞാനും ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റക്ക. ഞാൻ പൂർണ്ണനാ. നിനക്ക് സായിപ്പ് വിളിക്കുന്നത്. എന്നാ ഓക്കെ, ഞാൻ ലൈവ് ആയിട്ട് വരാം. ഓക്കെ എടാ സായിപ്പാ കുറച്ചേന്റെ വരാം. അവിടെ കളി നടക്കിയെന്ന് RCB ചെന്നൈ. കളി കഴിഞ്ഞിട്ട് വരാം. നീ ഏതാ ഒന്ന് നോക്കട്ടെ. എടാ എന്നാലും പറ RCB എന്തൊക്കെ CSK RCB നീ ഏതാന്ന് പറ. അത് എടാ RCB ജയിക്കോടാ. RCB തോറ്റ ഞാൻ പെൺവേഷം കെട്ടിയിട്ട് മുളക് പൊടി വാരി തിന്നണം. RCB തോറ്റ ഞാൻ പെൺവേഷം കെട്ടിയിട്ട് മുളക് പൊടി വാരി തിന്നണം. അതാ ചാലഞ്ച്. പക്ഷെ RCB ജയിച്ച മാക്ക് പെൺവേഷം കെട്ടിയിട്ട് മുളക് പൊടി വാരി തിന്നണം. ഞാൻ കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു കളിക്കുന്നുണ്ട്. ഓക്കെ ബൈ. എടാ ഈകളില്ല? ഓക്കെ കളിക്ക്. ഞാൻ കുറച്ച് തരാം. ഓക്കെ തരാം. ഓക്കെ ബൈ. ഓയോ പൂറ്റിലെ വർത്താനം പറഞ്ഞ കാര്യം പറയാൻ മൂടുക. ഞാൻ നിർത്തിയിട്ട് പോയാ വീട്ട വർത്താനം പറയാൻ നിർത്തിയിട്ട് പോകും. ഞാൻ കാര്യം പറയാലോ. അഭിഷേക് കൃഷ്ണ മുമ്പിൽ കിട്ടിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മുമ്പേ വർത്താനം പറയാം. ഇനിയെങ്കിലും ബ്രേക്കപ്പ് പാർട്ടി തന്നോടെ നമ്മത് പൊളിക്കാം. റിപ്ലൈ ഇല്ലടാ. നിനക്കൊന്നും റിപ്ലൈ ഇല്ല. 3.5 ഓവർ 36. തോക്ക് 36 റണ്ണേ ആയിട്ടുള്ളൂ ഇതുവരെ. 36 റണ്ണേ ആയിട്ടുള്ളൂ. 36 ആവറേജ് ഒരു അത്യാവശ്യം നല്ല സ്കോറാണ്. പക്ഷെ സ്റ്റിൽ
നോക്കാം പബ്ജി ക്ലിപ്സ് ഇന്ന് പബ്ജി ക്ലിപ്സ് എന്തായാലും പ്ലേ ചെയ്യും ഓർപ്പിക്കണം ഷാമിൽ കുണ്ണേതാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഡിസ്കോഡ് റിയാക്ട് ചെയ്യാനുള്ള മൂഡ് എനിക്ക് പോയത്. ഞാൻ കാര്യം പറയില്ല, തീട്ട ക്ലിപ്സാ വന്നിട്ട് എന്നെ കൊണ്ട് ഇവിടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതെന്താണിത് കുണ്ടൻ ഞാൻ ഗേയാ. നീ ശ്രദ്ധിച്ചില്ല, ഈ ഗേ ആൾക്കാരെ ഫീഡിലാണ് കൂടുതൽ ഫുഡിന് ഇങ്ങനത്തെ കുറെ ASMR ഫുഡ് കഴിക്കുന്നല്ലേ അല്ല. നിങ്ങളില്ലേ ഗേ ആയിട്ടുള്ള ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാ അവരെ എക്സ്പ്ലോർ മൊത്തം ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഇങ്ങനത്തെ മറ്റേ ഈ ഫുഡ് വ്ളോഗേഴ്സിന്റെ ആയിരിക്കും കൂടുതൽ. പിന്നെ ഇങ്ങനത്തെ ASMR ഫുഡ് ഇങ്ങനത്തെ ഉണ്ടാവുക കൂടുതൽ. ബ്രേക്കപ്പ് ആയാൽ CBSE വേണം വീഡിയോ. കാര്യം ബ്രേക്കപ്പ് ആയ മറ്റേ വാളം വീഡിയോ ഇടാൻ കാത്തിക്കുന്നത്. എന്തെങ്കിലും ബ്രേക്കപ്പ് ഇതല്ലാന്ന് മറ്റേ മെയിൻ ചോറ് ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണ് ചങ്ങായി തിന്നുന്നത്. വേറെ ഒരു പരിപാടി ചങ്ങായിക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, വേറെ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനോ വേറെ ഒരു പരിപാടി ചങ്ങായിക്ക് അറിയില്ല. ആകെ അറിയുന്ന പരിപാടി ഇതാണ്. അവന്റെ ജീവിതം തന്നെ ഈ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ലെവലിലാണ് പോകുന്നത്. ജീവിതം തന്നെ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ്, ബെസ്റ്റ്, ഈ ഒരു കഥയാണ് അവന്റെ. അതാണൊക്കെ പേടി. നമ്മന്റെ ബ്രേക്കപ്പ് ആയാലും മുത്തേ CBSE കാണാൻ വരും. വീഡിയോ ഇടും, എന്തായാലും വീഡിയോ ഇടും, ഉറപ്പാണ്. വിജയണ്ണന്റെ കുണ്ടൻ വന്ന് സിനിമയോടുള്ള ഡെഡിക്കേഷൻ ഇവൻ ദേഷ്യം കൂടി ചെയ്യുമ്പോ മാസം കാണിക്കുന്നത്. കേട്ടോ സംഭവം. ഇത് മാസമാണ് സംഭവം. ഒന്ന് നോക്കണേ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബാക്കിൽ ഫോട്ടോ എന്തിനാ വെച്ചിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. ഇവ ഫോട്ടോ നോക്കി വേണം ഉണ്ട്. അപ്പൊ ശരിക്കും കരഞ്ഞുകൊണ്ട് വിജയന്റെ അടി മുമ്പോടാ. ഞാൻ കാര്യം പറയാം, ഇവ കരഞ്ഞുകൊണ്ട് എനിക്ക് വിജയന്റെ മുമ്പിൽ കൊടുത്തു. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ കാര്യം ചെയ്യുന്ന കയ്യിലൊരു മുറിവുണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടുകയാണ്. സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ആത്മഹത്യ. ഈ മാനേജേഴ്സ് ഇവരൊക്കെ ചെറ്റ നിർത്തിക്കോ. നിനക്ക് തൊട്ടിത്തരത്തിന് ഒരു കുറവുമില്ല. മൈരം വർത്താനേ നാവില് വരുള്ളൂ. അത് നിന്റെ ആൾക്കാരുടെ അടുത്ത് പോയി കളിക്കട തച്ചോളി. ഞാൻ വിജയണ്ണൻ ഭക്തനാടാ. അപ്പൊ വിജയണ്ണന് ഒരു മുറിവന്നെ നമുക്ക് വിഷമിക്കുക. അത് ഞാൻ ഇങ്ങനെ കാര്യം ഊമ്പിത്തര വർത്താനം പറയാം. പാട്ടി മനസ്സിലാക്കണം. മൈത്താണ്ടി നിർത്തിക്ക മൈരെ. വിജയണ്ണനെ കുറിച്ച് പറഞ്ഞ ഇനി എന്റെ മോന്തടിച്ചു തച്ചോളി. വിജയനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ ആള് കുറച്ച് മാസാണ്. ഇത് സീനാകാൻ സാധ്യതയുണ്ട്. ഇത് സീനാവും. കാര്യം പറയാൻ ഇവനക്ക് പേടി